നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. രാജ്യത്ത് കൊടുക്കേണ്ട പാവപ്പെട്ടവന് കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകളോ അല്ലെങ്കിൽ ആശുപത്രിക്ക് ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകളോ ഡോക്ടർമാരോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിനുള്ള പണമോ സർക്കാർ ജീവനക്കാരൻ്റെ കോടിക്കണക്കിന് രൂപയുടെ DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളോ കർഷകന് കൊടുക്കേണ്ട പണങ്ങളോ കൊടുക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാരാണിത്. ഈ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഈ പണം മുഴുവൻ ഊരാളുങ്കലെന്ന് പറയുന്ന CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി കൈമാറുന്നു. സൊസൈറ്റി കൈമാറി കഴിയുമ്പോഴേക്കും അവിടെ നിന്നും ഈ ചിലവാക്കുന്നതിന് 50% ഇവരുടെ പാർട്ടി ഓഫീസിലേക്ക് കിട്ടുകയാണ്. ഇന്ന് ഇന്ത്യ വർഷങ്ങളായി ഭരിച്ച കോൺഗ്രസിനെയോ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ഉള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു പാർട്ടിയായി 1 or 2 സംസ്ഥാനങ്ങൾ ഭരിച്ച CPM മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ വന്ന ഒരു AKG സെൻറ്റർ പുതുതായിട്ട് തുടങ്ങി. 100 കോടി രൂപയിൽ 200 കോടി രൂപ ഇല്ലാതെ ആ കെട്ടിടത്തിൻ്റെ പണി തീരില്ല. മുമ്പ് AKG സെൻറ്റർ സ്ഥാപിച്ചപ്പോൾ നാട്ടിൽ മുഴുവനൊന്നും പിരിച്ച് വിദേശത്ത് പിരിച്ച് NGOമാരിൽ നിന്നും തൊഴിലാളിയിൽ നിന്ന് പിരിച്ചാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയെങ്കിൽ ആരിൽ നിന്നും പണം പിരിക്കാതെ എങ്ങനെ ഇത്രയും വലിയൊരു സൗധം നമ്മുടെ തിരുവനന്തപുരത്ത് പണിതു? അപ്പോൾ പൊതു പണം കൊള്ളയടിക്കാനുള്ള ഒരു ഉപകരണമായി ഊരാളുങ്കൽ മാറിയതുപോലെ ഡിജിറ്റൽ രംഗത്ത്, കമ്പ്യൂട്ടർ രംഗത്ത്, സോഫ്റ്റ്വെയർ രംഗത്ത് കോടികൾ ഡിജിറ്റൽ സർവകലാശാലയിലൂടെയാണ് പുറത്തു പോകുന്നത്.